കൊറിയക്കാരുടെ പോലെ ഗ്ലോ ആയിട്ടുള്ള ഒരു സ്കിൻ വേണം, റൈസ് വാട്ടർ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതൊക്കെയാണ്. ഇതൊക്കെ നല്ലതാണോ ചെയ്യുന്നത്? കൊറിയൻ സ്കിൻ കെയർ അതൊരു 10 സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. അതായത് ക്ലെൻസർ തൊട്ട് അതുപോലെ തന്നെ നമ്മൾ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനാണ്. ഇതുകൊണ്ട് എന്തെങ്കിലും ഭാവിയിൽ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ടോ? സൈഡ് എഫക്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. മോസ്റ്റ് ട്രെൻഡി ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ മെത്തേഡാണ് കൊറിയൻ സ്കിൻ കെയർ. ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണ്, ഇത് നല്ലതാണോ എന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ മോഹൻ സ്കിൻ ആൻഡ് ഗാസ്ട്രോ കെയറിലെ കോസ്മെറ്റോളജിസ്റ്റ് ആൻഡ് ഡെർമറ്റോളജിസ്റ്റ് ആയ ഡോക്ടർ വിദ്യയുണ്ട് എന്നോടൊപ്പം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, ഈ കൊറിയൻ സ്കിൻ കെയർ ഇപ്പോൾ ട്രെൻഡാണ്, എല്ലാവരും ചെയ്യുന്നുണ്ട്. കൊറിയക്കാരുടെ പോലെ ഗ്ലോ ആയിട്ടുള്ള ഒരു സ്കിൻ വേണം, റൈസ് വാട്ടർ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതൊക്കെയാണ്. ഇതൊക്കെ നല്ലതാണോ ചെയ്യുന്നത്? കൊറിയൻ സ്കിൻ കെയർ അതൊരു 10 സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. അതായത് ക്ലെൻസർ തൊട്ട് അതുപോലെ തന്നെ നമ്മൾ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനാണ്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ കാണും. അപ്പൊ അത് മാത്രമല്ല, അത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് വേരിയങ്ങും ആയിരിക്കും. അപ്പൊ ഈ കൊറിയൻ സ്കിൻ കെയർ എത്രത്തോളം ഇന്ത്യൻ സ്കിന്നിന് സ്യൂട്ടബിൾ ആണെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം അതായത് അവരുടെ ക്ലൈമറ്റ് തന്നെ ഭയങ്കര ചേഞ്ച് ആണ്. അപ്പൊ നമ്മുടെ കൂടുതൽ ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റ്. അപ്പം ഈ കൊറിയൻ സ്കിൻ കെയറിൽ വരുന്ന പ്രോഡക്ട്സ് എല്ലാം വളരെയധികം ഹൈഡ്രേറ്റിംഗ് ആൻഡ് മോയ്സ്ചറൈസിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അവരുടെ യൂസ് ചെയ്യുന്ന ക്ലെൻസർ വരെ ഓയിൽ ബേസ് ആണ്, അല്ലെങ്കിൽ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഇനിഷ്യൽ ഒരു ക്ലെൻസിങ്. പിന്നെ അത് കഴിഞ്ഞാണ് ഒരു ഫോമിംഗ് ക്ലെൻസർ, പിന്നെ അതിന്റെ ഓയിലി ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് എല്ലാം വരുന്നത്. അപ്പൊ അത് ഒരു ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഡോക്ടർ, ഈ കൊറിയൻ സ്കിൻ കെയർ പല ടൈപ്പ് ഉണ്ടല്ലോ. ഇപ്പൊ റൈസ് വാട്ടർ ഉണ്ട്, അതുപോലെ അങ്ങനെ റൈസ് വാട്ടർ മാത്രമേ എനിക്ക് അറിയുള്ളൂ, ബാക്കി അങ്ങനെ പല പല ഇതുണ്ട്. ഇത് എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യുന്നത്. ഏത് സ്കിന്നിനാണ് കൂടുതലും എഫക്റ്റീവ് ആയിട്ടുള്ളത്? കൊറിയൻ സ്കിൻ കെയർ നമ്മൾ കൂടുതലും ബെനിഫിഷ്യൽ ആയിരിക്കുന്ന കുറച്ച് നല്ല ഡ്രൈ സ്കിൻ ഉള്ളവർക്കായിരിക്കും. കാര്യം അതിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എല്ലാം വളരെയധികം ഹൈഡ്രേറ്റിംഗ് ആണ്, അതായത് മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് കൂടുതലായിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന ക്ലെൻസർ തൊട്ട് നമ്മൾ റുട്ടീൻലി പറയുന്ന എല്ലാ സ്റ്റെപ്സും അതിലുണ്ട്. അതായത് ഒരു ഇനിഷ്യലി ഉപയോഗിക്കുന്ന ക്ലെൻസർ തന്നെ കുറച്ചൊരു ഓയിൽ ബേസ് ആയിരിക്കും. അതായത് ഓയിലി ക്ലെൻസർ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിന്റെ ഒരു ടോണർ കഴിയുമ്പോൾ പിന്നെ ഒരു മോയ്സ്ചറൈസിങ് സിറം, മോയ്സ്ചറൈസിങ് ക്രീം, അങ്ങനെ ഒരു 10 സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പൊ അത് അവരുടെ ഒരു സ്കിന്നിന് അത് ഓക്കെ ആയിരിക്കും. പക്ഷെ നമ്മുടെ ഇന്ത്യൻ സ്കിൻ, പ്രത്യേകിച്ച് ഓയിലി സ്കിൻ ഉള്ളവർക്ക് കൊറിയൻ സ്കിൻ പ്രോഡക്ട്സ് ചിലപ്പം ഭയങ്കരമായിട്ട് പോസ് ഒക്കെ അടഞ്ഞിട്ട് പിമ്പിൾസ് ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അത് സ്യൂട്ടബിൾ ആയിരിക്കും, നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്, യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ ഓയിലി സ്കിന്നിൽ അത് അത്ര ബെനിഫിഷ്യൽ ആയിരിക്കണം എന്നില്ല. കുറച്ചും കൂടെ ഓയിൽ സ്കിൻ പ്രോഡക്ട്സ് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ. ഈ കൊറിയൻ സ്കിൻ കെയറിൽ തന്നെ പല ടൈപ്പ് ഉണ്ടെന്ന് ഞാനിപ്പോ പറഞ്ഞല്ലോ, അത് ഏതൊക്കെയാണ് ഡോക്ടർ? നമ്മൾ കോമൺ ആയിട്ടും ഇതിൽ വരുന്ന പല പല ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിൽ സ്നെയിൽ മ്യൂസിൻ, അതുപോലെ എന്ന് വെച്ചാൽ അതൊക്കെ ഹൈലറോണിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മോളിക്യൂൾ ആണ് അതിലായിട്ട് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത്. സ്നെയിൽ മ്യൂസിൻ, അതുപോലെ സെൻട്രൽ ഏഷ്യാറ്റിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളിക്യൂൾ, ഈ പറഞ്ഞ റൈസ് വാട്ടർ, അതൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് കോമൺ ആയിട്ട് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ഇതൊക്കെ ഡ്രൈ സ്കിന്നിന് മാത്രമേ നല്ലതായിട്ടുള്ളൂ അല്ലെ? അതെ. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന വെഹിക്കിൾസ്, അതായത് നമ്മൾ ഓരോ ക്രീം ആണെങ്കിലും ലോഷൻ ആണെങ്കിലും ഓയിൻമെന്റ്സ് ആണെങ്കിലും അതിന്റെ വെഹിക്കിൾസ് ഡിഫറെന്റ് ആണ്. അതായത് ഓയിലി സ്കിന്നിനുള്ള പ്രോഡക്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പോസ് ഒക്ലൂഷനും ഉള്ള ചാൻസ് ഉണ്ട്. അപ്പം എലമെന്റ്സ് എല്ലാം, അതായത് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാ സ്കിന്നിനും സ്യൂട്ടബിൾ ആയിരിക്കും. പക്ഷെ അത് ഏത് ഫോമിൽ വരുന്നതനുസരിച്ചിട്ടാണ് ഓരോ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യുന്നത്. ഡോക്ടറിന്റെ ഒരു ഭാഗത്ത് നിന്ന് പറയാൻ, ഡോക്ടർ കോസ്മെറ്റോളജിസ്റ്റും ആണ് ഡെർമറ്റോളജിസ്റ്റും ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഡോക്ടറിന്റെ ഒരു ഭാഗത്ത് നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊറിയൻ സ്കിന്ന് നമ്മുടെ ഇന്ത്യൻ സ്കിന്നിന് പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിരുന്നാലും ഇതുകൊണ്ട് എന്തെങ്കിലും ഭാവിയിൽ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ടോ? സൈഡ് എഫക്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. കാര്യം നമ്മളിപ്പോൾ ഒരുപാട് അഡ്വർടൈസ്മെന്റ് ഉണ്ട്. നമ്മൾ കോസ്മെറ്റിക് പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ അതിലുള്ള ആ ഒരു റിസ്ക് എന്തായാലും ഉണ്ടാവും. കാര്യം നമ്മൾ അത് സർട്ടിഫൈഡ് പ്രോഡക്ട്സ് ആണ് നമ്മൾ ത്രൂ ഫാർമാസ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അത്രയും ഒരു സേഫ്റ്റി നമുക്ക് ഈ പ്രോഡക്ട്സിന് എൻഷുർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് എപ്പോഴും ഒരു റുട്ടീൻ സ്കിൻ കെയറിന് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഇപ്പൊ PDRN എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ്, അതും സൗത്ത് കൊറിയയിൽ നിന്ന് തന്നെയാണ് ഇവിടെ കൺവേർട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നത് എന്തിനാണ്? അത് എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്? ഈ PDRN എന്ന് പറയുന്നത് ഒരു കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്.
മെയിനായിട്ട് അത് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഏജിങ് സൈൻസ് ഉള്ള സ്കിൻ, അതായത് ഡ്രൈ, അതുപോലെ കുറച്ച് റിങ്കിൾസ് ഉണ്ട്, ടെക്സ്ചറൽ ചേഞ്ച് ഉണ്ട്, അതുപോലെ പിഗ്മെന്റേഷൻ ചേഞ്ച് ഒക്കെ ഉള്ള സ്കിന്നിനാണ് നമ്മളിത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ PDRN എന്ന് പറയുന്നത് പോളി ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ്, അതായത് നമ്മുടെ സെല്ലിലുള്ള DNA ആണ്. അപ്പൊ ഇത് വരുന്നത് മറൈൻ സോഴ്സ് ആണ്, അതായത് ഫിഷ് എന്നാണ് നമ്മളിത് എക്സ്ട്രാക്ട് ചെയ്ത് വരുന്നത്. നമുക്ക് ഇവിടെ അത് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പ്രോഡക്റ്റ് ആണ്. അപ്പൊ അത് പല രീതിയിൽ യൂസ് ചെയ്യാം. ഇഞ്ചെക്ഷൻസ് ആയിട്ടാണ് കൂടുതൽ എഫക്റ്റീവ്. അത് നമ്മൾ സ്കിന്നിലോ അല്ലെങ്കിൽ സ്കാൽപ്പിലോ ഇഞ്ചെക്ഷൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ മൈക്രോ നീഡ്ലിംഗ് കമ്പൈൻ ചെയ്തുള്ള പ്രോഡക്ട്സും. അപ്പൊ ഡോക്ടറെ, ഈ PDRN ട്രീറ്റ്മെന്റ് ആണോ നല്ലത്, ഈ കൊറിയൻ പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യുന്നതിനേക്കാളും ഏതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്? PDRN ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. നമ്മളത് ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് നമുക്കത് മെഡിസിൻ തന്നെയാണ്. അപ്പൊ അത് നമുക്ക് യൂസ് ചെയ്യുന്നോണ്ട് പ്രോബ്ലം ഇല്ല. കാര്യം അതിന്റെ എല്ലാം മെഡിസിൻസ് നമുക്ക് ഡെലിവറി കിട്ടുന്ന എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞാണ് ത്രൂ ഫാർമ തന്നെയാണ് നമുക്കത് വരുന്നത്. അപ്പൊ അത് സർട്ടിഫൈഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്കത് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ PDRN എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? PDRN മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ അത് DNA ഫ്രാഗ്മെന്റ്സ് ആണ്. അപ്പൊ നമ്മളത് ബോഡിയിൽ നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ ചെയ്യുമ്പോൾ അത് മെയിൻ ആയിട്ടും ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിന്നിനെ അല്ലെങ്കിൽ ഡാമേജ്ഡ് സെൽസിനെ അത് റെജുവനേറ്റ് ചെയ്തെടുക്കുകയാണ്, അതായത് കറക്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഈ റിങ്കിൾസ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിൻ ഡാമേജ്, സൺലൈറ്റിന്റെയും ഏജിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് സെല്ലുലാർ ഡിസ്ട്രക്ഷൻ വരും. അതായത് സെൽസ് ഡാമേജ് ആവുമ്പോഴാണ് ആ ഏജ് സൈൻസ് വരുന്നത്. അപ്പൊ അതിന് കറക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലോ ഒക്കെ ഇൻക്രീസ് ചെയ്യും, അത് സ്കാൽപ്പിലാണെങ്കിലും ഫേസിലാണെങ്കിലും. അപ്പൊ പുതിയ സെൽസ് ഉണ്ടാവാനും ഒക്കെ ഇത് സഹായിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. ഇത് ഇഞ്ചക്ഷൻ ടൈപ്പ് പോലെയാണോ ചെയ്യുന്നത്? ഇഞ്ചക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് മൈക്രോ നീഡ്ലിംഗ് നമുക്ക് അറിയായിരിക്കും. നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് മൈക്രോ നീഡ്ലിംഗ് ആഡ് ചെയ്തും രണ്ട് രീതിയിലും പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡോക്ടറിന്റെ ഒരു ഭാഗത്ത് നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊറിയൻ സ്കിൻ പ്രോഡക്ട്സിനേക്കാളും PDRN എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ആണ് നല്ലത്, കൊറിയയിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ. അതുപോലെ പ്രോഡക്റ്റ് ഇപ്പൊ കൊറിയൻ സ്കിൻ കെയർ നല്ലതല്ല, യൂസ് ചെയ്യരുത് എന്നാണോ ഡോക്ടർ? അല്ല, നമ്മൾ എപ്പോഴും ഒരു സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ഒരാൾ യൂസ് ചെയ്യുന്നത് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ചിലപ്പം ചേർന്നു സൂട്ടബിൾ ആയിരിക്കണം എന്നില്ല. അത്ര. ഓക്കെ, താങ്ക് യു ഡോക്ടർ. കൊറിയൻ സ്കിൻ കെയറിനെ കുറിച്ച് ഇനിയും സംശയങ്ങളുള്ളവർ കമന്റ് ചെയ്യുക. എന്തായാലും മറ്റൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. നന്ദി.